ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും റാഹത്തായിട്ട് പോകണം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വ്ളോഗ് ഇതാ, ഞാൻ വിറകടുപ്പിലാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് ഞാൻ ഓട്ടടയാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോമ്പ് വന്നിട്ട് ഓട്ടട ആദ്യമായിട്ടാണ് ചുടുന്നത്. ഒരുപാട് ദിവസത്തേക്ക് നോമ്പിൻ്റെ എത്രയോ മുന്നേ ചുട്ടതാണ്. അപ്പോൾ അത് ചുടണമെങ്കിൽ എനിക്ക് എന്തായാലും അടുപ്പ് കത്തിക്കൽ നിർബന്ധമാണ്. കാരണം അടുപ്പിൽ ചുട്ടാലേ ഇത് എനിക്ക് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കലും വിറകടുപ്പ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഏതായാലും ഇപ്പോൾ ഇത് കത്തിക്കല്ലേ, പിന്നെ പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാമല്ല. ചോറൊക്കെ നമ്മൾ അടുപ്പത്ത് വേവിക്കലും. അപ്പം നോമ്പായിട്ട് നമ്മളെ വീട്ടിൽ ചോറിനെ വെക്കലില്ല, ആർക്കും വേണ്ട. ഈ ചായയും കടി ജ്യൂസ് ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെ ആർക്കും ഒന്നും വേണ്ട. പിന്നെ പൊലച്ചക്കത്തെ കാര്യമാണ്. അപ്പോൾ പിന്നെ തീ ചോറൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വളരെ കുറച്ചാണ് ബ്രെഡോ നേന്ത്രപ്പഴമോ ചിലപ്പോൾ നമ്മൾ തുറക്കാണ്ടാക്കണം ബാക്കിയുള്ള കടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ കഴിക്കണം തന്നെയല്ല. കാരണം നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചാൽ പിന്നെ നമുക്ക് വിശക്കാനൊന്നും സമയമില്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കഴിക്കാണ്ട് വിചാരിച്ചങ്ങോട്ട് അങ്ങനെയാണ്. അപ്പം അധികം ആൾക്കാർക്കും ചോറ് തന്നെ കിട്ടണം നിർബന്ധം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ ഞാൻ വന്നതിൻ്റെ ശേഷം പൊലച്ചക്കൊക്കെ ചോറ് എന്ന് പറഞ്ഞാണ് ഉണ്ടാക്കലെന്നല്ല കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ അരിയൊക്കെ വെള്ളത്തിലിട്ടീനു ഓട്ടോടൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അരിയൊക്കെ അരച്ചെടുത്തു. കുറച്ച് ചോറും നാളികേരൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ അരച്ചെടുത്ത് അപ്പം ചുട്ടത്. അങ്ങനെ അപ്പൊക്കെ ചുട്ടതിൻ്റെ ശേഷം ആ മുട്ടക്കറിയാണ് ഓട്ടടയ്ക്ക് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത്രയും ദിവസമായിട്ട് ഇറച്ചി മീൻ വാങ്ങലില്ല കേട്ടോ. ഒരു പ്രാവശ്യത്തെ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ മീനും ചിക്കനും ബീഫ് തന്നെയല്ല ഇത് കഴിച്ച് ഞങ്ങൾക്ക് വെറുത്തിക്കണം. അപ്പം എനിക്കും മോക്കൊക്കെയാണെങ്കിൽ മുട്ടക്കറിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ 2 ദിവസമായിട്ട് മുട്ടക്കറിയുമ്പോൾ കൂടിയിരിക്കണം. അപ്പോൾ മുട്ടക്കറി ഓട്ടടയാകുമ്പോൾ നല്ലൊരു അടിപൊളി കോമ്പോ അല്ലേ. അപ്പം അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാളികേരം ഞാൻ മുറിച്ചൊരു മുറി തന്നെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലകത്ത്. ഇങ്ങോട്ട് ഐസായിട്ട് കട്ട പിടിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് അടർന്ന് പോകുന്നിട്ട്. അപ്പോൾ ഞാനത് പൂണ്ട് എടുക്കുകയാണ്. അപ്പോൾ നാളികേരം വറുത്തരച്ചിങ്ങാണ്ടൊക്കെയാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മുട്ടക്കറി വറുത്ത നാളികേരം അരച്ചിങ്ങാണ്ടൊക്കെ കറി വെക്കുന്നത്. നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ കഴിക്കാൻ.
മുട്ടക്കറി റെഡി ആയിക്കൊണ്ടിരിക്കണ്. പിന്നെ ഓട്ടടയും ചുട്ട് കഴിഞ്ഞിക്കണ്. പിന്നെ ഇതാ ചായ, ഇന്ന് കട്ടൻ ചായയാണ്. നമുക്കൊന്ന് പാലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് കട്ടൻ ചായ ഉണ്ട് കുടിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.